സി മീഡിയ ഓൺലൈൻ PSC കോച്ചിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യത്താൻ ഗോപാലൻ ജനിച്ചത് 1861. ജന്മസ്ഥലം തലശ്ശേരി. അച്ഛൻ്റെ പേര് അയ്യത്താൻ ചന്ദൻ, അമ്മയുടെ പേര് കല്ലട്ട് ചിരുതമ്മാൾ, ഭാര്യ കൗസല്യ. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ ആണ് അയ്യത്താൻ ഗോപാലൻ. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അയ്യത്താൻ ഗോപാലൻ. റാവു സാഹിബ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. റാവു സാഹിബ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യത്താൻ ഗോപാലൻ. അദ്ദേഹം അന്തരിച്ചത് 1948. അയ്യത്താൻ ഗോപാലൻ അന്തരിച്ചത് 1948. മക്തി തങ്ങളുടെ ജന്മസ്ഥലം വെളിയംകോട്. മലപ്പുറം ജില്ലയിലെ വെളിയംകോടാണ് മക്തി തങ്ങളുടെ ജന്മസ്ഥലം. മുഴുവൻ പേര് സയ്യിദ് സനാവുള്ള മക്തി തങ്ങൾ. മക്തി തങ്ങളുടെ മുഴുവൻ പേര് സയ്യിദ് സനാവുള്ള മക്തി തങ്ങൾ. മുസ്ലിം വിഭാഗത്തിൻ്റെ നവീകരണത്തിന് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് മാർഗമെന്ന് പറഞ്ഞത് മക്തി തങ്ങൾ. മുസ്ലിം വിഭാഗത്തിൻ്റെ നവീകരണത്തിന് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് മാർഗമെന്ന് പറഞ്ഞത് മക്തി തങ്ങൾ. മുഹമ്മദീയ സഭ സ്ഥാപിച്ചത് മക്തി തങ്ങൾ 1899. മുഹമ്മദീയ സഭ സ്ഥാപിച്ചത് മക്തി തങ്ങൾ 1899. മലയാളത്തിൽ പുസ്തകമെഴുതിയ ആദ്യ മുസ്ലിമാണ് മക്തി തങ്ങൾ. മലയാളത്തിൽ പുസ്തകമെഴുതിയ ആദ്യ മുസ്ലിം മക്തി തങ്ങൾ. മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതി കഠോരകുടോരം 1884. മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതിയാണ് കഠോരകുടോരം 1884. മക്തി തങ്ങൾ ആരംഭിച്ച സായാഹ്ന പത്രമാണ് തുർക്കി സമാചാരം 1909. മക്തി തങ്ങൾ ആരംഭിച്ച സായാഹ്ന പത്രം തുർക്കി സമാചാരം 1909. മക്തി തങ്ങൾ അന്തരിച്ചത് 1912. മക്തി തങ്ങളുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കൽവാത്തി ജുമാ മസ്ജിദ്, കൊച്ചി. കൊച്ചിയിലെ കൽവാത്തി ജുമാ മസ്ജിദ് ആണ് മക്തി തങ്ങളുടെ അന്ത്യവിശ്രമ സ്ഥലം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ചത് 1825. 1825 ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കാർത്തികപ്പള്ളി. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജന്മസ്ഥലം കാർത്തികപ്പള്ളി. യഥാർത്ഥ പേര് കല്ലിശ്ശേരിൽ വേലായുധ ചേകവർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ യഥാർത്ഥ പേരാണ് കല്ലിശ്ശേരിൽ വേലായുധ ചേകവർ. കഥകളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കഥകളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹം കൊല്ലപ്പെട്ട വർഷം 1874. കായംകുളത്ത് ഒരു ബോട്ട് യാത്രക്കിടയിൽ ഒരു സംഘം ഉന്നത കുലജാതിക്കാർ ചേർന്ന് വേലായുധ പണിക്കരെ ആക്രമിച്ച് കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് പെരുമ്പള്ളി. പെരുമ്പള്ളിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ അന്ത്യവിശ്രമ സ്ഥലം. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും പ്രാർത്ഥനാ സൗകര്യം നൽകിക്കൊണ്ട് വേലായുധ പണിക്കർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ ആണ് മംഗലത്ത് ഗ്രാമം, ചെറുവരണം. മംഗലത്ത് ഗ്രാമം,
ചെറുവരണം എന്നിവിടങ്ങളിലാണ് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും പ്രാർത്ഥനാ സൗകര്യം നൽകിക്കൊണ്ട് വേലായുധ പണിക്കർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി വേലായുധ പണിക്കർ നടത്തിയ സമരം ആണ് മൂക്കുത്തി സമരം. അച്ചിപ്പുടവ സമരം നടത്തിയ നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹം മരണമടഞ്ഞത് 1874. ആറാട്ടുപുഴ വേലായുധ പണിക്കർ മരണമടഞ്ഞ വർഷം 1874.